വെൽക്കം. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന വർലി ഒരു ലോർഡ് കൃഷ്ണ ആൻഡ് രുക്മിണി ഹിസ് വൈഫ് രുക്മിണിയുടെ ഒരു പോർട്രേറ്റ് എങ്ങനെ നമ്മൾ വർലി തീമിൽ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. സോ ബിഫോർ ദാറ്റ് ഞാൻ എപ്പോഴും എൻ്റെ യൂഷ്വലി ഞാൻ എൻ്റെ ആർട്ട് ഫോംസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഐ വുഡ് കീപ്പ് ഒരു ബോർഡർ ഇടും. നമ്മൾ ഈ ബോർഡർ ഇടുന്നതൊക്കെ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും പെയിൻറ്റിങ്സ് ഒക്കെ നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഈ ബോർഡർ ഇല്ലാതെ വരച്ച് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അപ്പോൾ ബോർഡർ ഇട്ടിട്ട് വരച്ച് കഴിഞ്ഞാൽ അവർ അത് വെച്ച് ഫ്രെയിം ചെയ്ത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് ഫ്രെയിം ചെയ്യണം തോന്നി. സോ ഇറ്റ് വുഡ് ബി ഈസി ഫോർ അസ് ടു. സോ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വർലിയിൽ തന്നെ ആസ് ഐ സെഡ് ലോർഡ് കൃഷ്ണ ആൻഡ് ഹിസ് വൈഫ് രുക്മിണിയുടെ ഒരു ഡ്രോയിങ് ആണ്. ഓക്കെ, സോ ഐ വിൽ ബി സ്റ്റാർട്ടിങ് ഡ്രോയിങ്. സോ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് എൻ്റെ മാർക്കർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ബിഗിനേഴ്സിനോടും ഞാൻ പറയുന്നൊരു സിമ്പിളായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ നോട്ട് വെരി കോൺഫിഡൻറ്റ് ടു യൂസ് എ പെൻ ഡയറക്റ്റ്ലി, ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച് അത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ പെന്നുകൊണ്ടോ സ്കെച്ച് കൊണ്ടോ വരയ്ക്കാം. അല്ലാതെ നമ്മൾ പെന്നും സ്കെച്ചൊക്കെ യൂസ് ചെയ്ത് ഇനീഷ്യലി വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തെറ്റിയാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പിന്നെ എന്താ, ബോഡി ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും വരയ്ക്കുന്ന പോലെ തന്നെ ഒരു ബോഡി ഞാൻ വരച്ചു. സോ ദിസ് ഇസ് എ മെയിൽ ഫിഗർ. അതിന് തൊട്ടിപ്പുറത്ത് കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വരയ്ക്കണേ. നമുക്കിതിൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരും. സോ ലിറ്റിൽ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം രണ്ട് ബോഡി വരച്ചു. സോ ദിസ് വിൽ ബി ലോർഡ് കൃഷ്ണ ആൻഡ് ദിസ് വിൽ ബി രുക്മിണി. ഓക്കെ, സോ ലെറ്റ്സ് ഡ്രോ ലോർഡ് കൃഷ്ണ ഫസ്റ്റ്. ഞാൻ കഴുത്തിനായിട്ടുള്ള ഇത് വരച്ചു. ആൻഡ് ഐ ജസ്റ്റ് ഡ്രോ ഹിസ് ഹെഡ്. ഇനി കൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, പുള്ളിയുടെ ഹെഡിൽ ക്രൗൺ ഉണ്ടാവും, അതിൽ മയിൽപീലി ഉണ്ടാവും. നമുക്കത് വരയ്ക്കാം. സോ ഞാൻ എന്താ ക്രൗൺ ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ തന്നെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ ഒരു ട്രയാങ്കിൾ പോലെ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒരു ഒരു പെറ്റലൊക്കെ പോലെ കൊടുത്തു. ഇനി അവിടെ നിന്ന് ഒരു ലീഫ് പോലത്തെ ഇങ്ങനത്തെ ഒരു ഡ്രോപ്ലെറ്റ് പോലത്തെ ഇത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും ജസ്റ്റ് ഡ്രോ ലൈൻസ്, ചെറിയ ചെറിയ ലൈൻസ്. ഇനി അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ മയിൽപീലിയുടെ വർലി വേർഷനായി. ഇനി ലോർഡ് കൃഷ്ണയുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ് പുള്ളിയുടെ ഓടക്കുഴൽ, ഫ്ലൂട്ട്. സോ ഫസ്റ്റ് നമുക്ക് ഫ്ലൂട്ട് വരയ്ക്കാം. ഫ്ലൂട്ട് വരയ്ക്കുന്നത് ഞാനിങ്ങനെ ഫ്ലൂട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലൂട്ടിൻ്റെ എൻഡ് എങ്ങനെ നമ്മളിങ്ങനെ റൗണ്ടഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്ലൂട്ടാണ് തിരിച്ചറിയാൻ അതിലിങ്ങനെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ എൻഡിൽ 3 ലൈന് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് അതിൽ ഡോട്ട്സ് കുറച്ച് ഒരു ഡെക്കർ ഐറ്റമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഹാൻഡ്സ് വരയ്ക്കാം. ഇങ്ങനെ ഒരു ഹാൻഡ് ഇത്രയായി. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലെഗിൻ്റെ പോർഷനാണ്. ലെഗിൻ്റെ പോർഷൻ ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതിൽ ഡെക്കർ പാർട്ടാണ്. ഓക്കെ, ലോർഡ് കൃഷ്ണ ആയി. അപ്പോൾ പുള്ളി നല്ല മെജസ്റ്റിക് ആയിട്ടായിരിക്കുമല്ലോ എപ്പോഴും ഡ്രസ്ഡപ്പ് ആയിട്ടുണ്ടാവുക. സോ നമുക്കൊരു ഷോള് കൊടുക്കാം. ആ ഷോള് ഈ ഹാൻഡിൽ നിന്നാണ് വരുന്നത് കേട്ടോ. സോ ഞാൻ ഇങ്ങനെ കേർവ് ചെയ്ത് വരച്ചു. എന്നിട്ട് പുള്ളിയുടെ ബാക്കിൽ കൂടെ അത് താഴേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ ഒറ്റ ലൈനാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഇവിടെ വലുതാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കുക, ചെറുതാക്കിയിട്ട് കൊടുക്കുക ഈ ഒരു പോർഷൻ. എന്നിട്ട് നമുക്കതിന് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തുള്ള ഡെക്കറേഷൻസ് ആയിട്ട് കുറച്ച് ലൈൻ ഇട്ടു. അതിൻ്റെ അറ്റത്തൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി ആ ഷോൾ കൈൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ വീണ്ടും ചെറിയ ഇതിന്ന് ഡിസ്റ്റൻസിൽ ഇങ്ങനെ വന്നു. സെയിം തന്നെ ഇങ്ങനെ ഇവിടെയും നമ്മൾ ലൈൻസ് കൊടുത്തു, ഡെക്കറേഷൻസ്. ഇനി ആ ദുപ്പട്ടയ്ക്ക് നമ്മൾ കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ വീൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. ഇത്രയേ ഉള്ളൂ കൃഷ്ണൻ്റെ. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു രുക്മിണി. രുക്മിണി ഈസ് എ പ്രിൻസസ് അല്ലെങ്കിൽ ഒരു ക്വീനാണ്. സോ ലെറ്റ്സ് ഡ്രോ ഹർ ഫേസ് ആൻഡ് ഹർ ക്രൗൺ നമ്മൾ സെയിം തന്നെ വരയ്ക്കാം. ആൻഡ് അതിങ്ങനെ ലൈൻസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു.
അത് ഒരു ബിഗർ ലൈൻ, പിന്നെ സ്മോളർ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ഡോട്ട്സ് കൊടുത്ത് ഡെക്കറേറ്റ് ഹാവ് എ ബിഗർ ക്രൗൺ എന്നുള്ളൊരു രീതിയിൽ. അത് വേറൊന്നും കൊണ്ടല്ല, വുമൻ്റെ എപ്പോഴും കുറച്ചും കൂടി ഡെക്കറേറ്റീവ് ആയിരിക്കുമല്ലോ. ആൻഡ് വി ഹാവ് ഹർ ഹെഡ്, അതിൽ ഹെയറും കൊടുത്തു. ഇനി ഹർ നെക്സ്റ്റ് ഹാൻഡ് നമ്മളിതാ ഇങ്ങനെ കൊടുക്കണം. കാരണം ഒരു ഭയങ്കര ലേഡി ലൈക്ക് ഒരു ക്ലാസി ആയിട്ടുള്ള പോസ്ചർ ആയിരിക്കുമല്ലോ എപ്പോഴും ഗോഡസിന്. ആൻഡ് ഷീ ഹാവ് എ ഹാൻഡ് ലൈക്ക് ദിസ്. ആ ഒരു പോസ്ചറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ദിസ് ഇസ് ഓൾ അബൌട്ട് ഹാൻഡ് ആൻഡ് ലെഗ്സ്. നമ്മൾ സെയിം ആസ് കൃഷ്ണ കൊടുത്തു. ആൻഡ് ഇതാ നമ്മൾ ആങ്ക്ലെറ്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് സെയിം ആസ് നമ്മൾ കയ്യിലും ബാംഗിൾസൊക്കെ നിറയെ കൊടുക്കുന്നുണ്ട്. ഒരു 3 എണ്ണമൊക്കെ കൊടുത്തു. ഷീസ് എ ക്വീൻ. നമുക്ക് കൊടുക്കേണ്ടത് ഒരു വെയിലാണ്, ഒരു തലയിലൊരു ഷോള് പോലെ ഷേഫ് വോൺ. അപ്പോൾ അതിന് ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ എടുത്തു. ആൻഡ് കണ്ടോ, ഇത് ഞാൻ അതിലും ഇങ്ങനെ ഡെക്കറേറ്റീവ് തിങ്സ് കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ഹർ ദുപ്പട്ട തലയിലിട്ടിട്ടുള്ളത്. ആൻഡ് നമുക്ക് നേരത്തെ കൃഷ്ണന് കൊടുത്ത പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. ആൻഡ് ഇപ്പുറത്തെ കയ്യിലും കുറച്ച് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പൊക്കോട്ടെ. അത് ഇവിടെ ഒരു ലൈൻ കൊടുത്താൽ മതി, കാരണം ആ ദുപ്പട്ട അവിടെ വന്ന് എൻഡ് ആവുന്ന രീതിയിൽ കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഔട്ട്ലൈൻസ്. ഇനി നമുക്ക് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നമ്മളിനി കളറിങ്ങിൽ വീൽ സ്റ്റാർട്ടിങ് വിത്ത് ഹെഡ്. കൃഷ്ണയുടെ ഹെഡ് കൊടുത്തു. സെയിം ഐ എം ഗോയിങ് ടു രുക്മിണിയുടെ ഹെഡ്. ഓക്കെ, ഇനി ബോഡിയും ഞാൻ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യണം. ആ ഹാൻഡ് മറഞ്ഞു പോവും. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. വേറെ കളറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് കാണാൻ പറ്റും. അത്രേ ഡിഫറൻസ് ഉള്ളത്. കണ്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കളർ ഫില്ല് ചെയ്യുന്ന ടെക്നിക്ക് നിങ്ങൾ കണ്ടോ? ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ചെയ്യുന്നതാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിങ് എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രിബിൾസും സ്ക്രാച്ചസും ഒന്നും കാണില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് നമുക്ക് കിട്ടും കേട്ടോ. ലോവറും കൂടെ ചെയ്യാണ്. സോ നമ്മുടെ യൂഷ്വൽ ബോഡി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ദുപ്പട്ടാസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ Lord Krishna is famous for his manya pattu. Like he always have this yellow color dress. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന യെല്ലോ ആണ്. So this is his yellow shawl. ഇനി നമുക്ക് ക്രൗണിനൊക്കെ ഒരു 3 യെല്ലോ കൊടുക്കാം, കാരണം ഒരു ഗോൾഡനിഷ് ടോൺ വരാൻ വേണ്ടി. ഫ്ലൂട്ടിനും ഐ എം ഗിവിങ് ഇറ്റ് യെല്ലോ, ഒരു 3 കളർ വരാൻ വേണ്ടിയിട്ടാണ്. സെയിം വിത്ത് രുക്മിണീസ് ക്രൗൺ ഓൾസോ. രുക്മിണീസ് ദുപ്പട്ട ഐ എം ഗോണ ഗിവ് റെഡ് കളർ, ഒരു ഗോഡ്ലി ഗോഡസ് കളർ വരാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു റെഡ്. ആൻഡ് ഇവിടെയും പുള്ളിക്കാരിയുടെ ഷോള് വരുന്നുണ്ടല്ലോ, ഇത്രയും പോർഷൻ ഇങ്ങനെ.
So her shawl is also done. ഇനി ഞാൻ വെയിലിന് I'm going to give a green color. അതിവിടെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു കളേഴ്സ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കൃഷ്ണൻ ഓൾസോ യു ക്യാൻ ഗിവ് ഗ്രീൻ ആസ് വെൽ. പല ഇമേജസിലും യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് പുള്ളിയുടെ ഒരു കോമ്പിനേഷൻ. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ വരച്ചൊരു ഇതാണ്. ഇനി ഇതിലൊരു അനദർ പോയിന്റ്, നമുക്ക് വേണമെങ്കിൽ കൃഷ്ണനും 2 ബാങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. ബിക്കോസ് ഈസ് എ ഗോഡ്, ഒരു കിങ് ആണ്. അപ്പോൾ അവരും നല്ല ഡ്രസ്ഡ് അപ്പ് ആണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃഷ്ണനും കളേഴ്സ് കൊടുക്കാം. ആൻഡ് ഫോർ മയിൽപ്പീലി ഐ എം ഗോണ ഗിവ് ഗ്രീൻ. So that's it. And quite simple, but you have to try doing it. That's all. Thank you.